നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് ഈ ആഴ്ചയിൽ നിങ്ങളിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന പുതിയ പുതിയ കാര്യങ്ങളാണേലും ചേഞ്ചുകളാണേലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് തന്നെയാണ് നോക്കുന്നത്. നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റിവിറ്റി എന്താണെന്ന് കൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഞാൻ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഓരോ റീഡിങ്സും നൽകുന്നത്. നിങ്ങൾ ഇതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നതാണ്. ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും എൻ്റെ എനർജിയെ കണക്ട് ചെയ്യാൻ പറ്റാത്തവർക്കും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് കേട്ടോ. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കണക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്. ഡിവൈൻ്റെ എനർജിയെ കണക്ട് ചെയ്ത് എടുക്കുന്ന റീഡിങ്സ് ആണ്. ദൈവികമാകുന്ന ഒരു എനർജിയാണെന്ന് മനസ്സിലാക്കുക. പാസ്റ്റിനെ കുറിച്ചാണെങ്കിലും പ്രസൻറ്റിനെ കുറിച്ചാണെങ്കിലും ഫ്യൂച്ചറിനെ കുറിച്ചാണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടതിനൊക്കെ ഇത് വളരെയധികം ഉപയോഗപ്രദമാണ്. അതുപോലെ ടാരോ റീഡിങ്സ് നിങ്ങളിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും, അപ്രതീക്ഷിതമായിട്ട് വന്ന് ചേരുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാനും, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളെ കർമ്മകളെ ഹീലാക്കാനും, പെയിൻഫുള്ളാകുന്ന പല കാര്യങ്ങളെ ഹീലാക്കാനുള്ളൊരു എനർജിയാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. അതുപോലെ നമ്മളോട് എപ്പോഴും ആളുകൾ പറയും പോലെ കുറേ കാലങ്ങൾ കൊണ്ട് കേൾക്കുന്നുണ്ട്, ഫലമില്ല. ആ ഫലം ലഭിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ നാവിൽ നിന്ന് തന്നെ ഫലം ഇല്ല, നോ എന്ന വാക്കുകൾ നിങ്ങൾ ഒരു മെസ്സേജായിട്ട് പോലും എഴുതിയിടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നെഗറ്റീവോട് കൂടി തന്നെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്. അതനുസരിച്ചേ നിങ്ങൾക്ക് ഫലം കിട്ടൂ. പിന്നെ ചിലതൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കുക. നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ തിരിച്ചു വരുന്നതാണോ എന്ന് കറക്റ്റ് ചെയ്യുക എന്നതല്ലാതെ ജനറൽ റീഡിങ്സ് കേട്ടുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞെന്നോർത്ത് ഒന്നും അത് ബാധിക്കുന്നില്ലെങ്കിലും നിങ്ങളിലേക്ക് വീണ്ടും നെഗറ്റീവ് എനർജി കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് പ്രതീക്ഷയില്ലായ്മ നിങ്ങളെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഡൗൺ ആക്കി കളയുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നെ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു എനർജി അല്ലാത്ത പലതും പൂർണ്ണമായും എൻഡായി പോകുന്ന സിറ്റുവേഷൻസുകളുണ്ട് കേട്ടോ. അത് സോൾ കണക്ഷൻസ് ആണെങ്കിലും, ട്വിൻ ഫ്ലെയിം ജേണി ആണെങ്കിലും, കാർമിക് ആണെങ്കിലും, ചില ബന്ധങ്ങൾ ഈ ഒരു ജന്മം നിങ്ങൾക്ക് കണക്റ്റ് ആക്കി കൊണ്ടുപോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് ഇനി എത്ര വലിയ എനർജിയിൽ നിന്ന റിലേഷൻ ആയിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, അത് നിങ്ങളിൽ നിന്ന് പോകുന്നത് ചിലത് തിരിച്ചു വരാനല്ല എന്നും നിങ്ങൾ മനസ്സിലാക്കണം. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഹീലിംഗ് എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുക. നിങ്ങളുടെ പോസിറ്റിവിറ്റി, നിങ്ങൾക്ക് എന്താണ് നേടിയെടുക്കേണ്ടതെന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് വരാൻ ശ്രമിക്കുക. അതല്ലാതെ നമ്മൾ ടാരോ റീഡേഴ്സിൻ്റെ നേരെ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ കാണിച്ചെന്നോർത്ത് നമുക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. നിങ്ങൾക്ക് ഇട്ട് ബാഡ് കർമ്മ എനർജി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നുമല്ല. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് ചെയ്യുന്നതെന്ന് ഉറപ്പില്ലാതെ കുറച്ച് ആളുകളുണ്ട്. അത് സ്ത്രീകൾക്കിടയിലും പുരുഷന്മാർക്കിടയിലുമുണ്ട്. ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ കണ്ട ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ചെയ്ത, അതായത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകിൽ എന്ന് പറയുന്നത് വളരെ കറക്റ്റാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ചെയ്യുന്നതേ നമുക്ക് തിരിച്ച് കിട്ടൂ എന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരാഴ്ച നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റത്തിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഒരു സൺറൈസിങ് എനർജിയാണ് കേട്ടോ. അതായത് നിങ്ങളുടെ ഒരു മാറ്റത്തിൻ്റെ, നിങ്ങളിലൊരു പൂർണ്ണമായും ഒരു പോസിറ്റിവിറ്റി നിറയ്ക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. അതായത് പ്രതിസന്ധികളെയും അതുപോലെ എവിടേക്കോ നിങ്ങൾ ഇമോഷണലി പെട്ടുപോയ സിറ്റുവേഷൻസിൽ നിന്നുമെല്ലാം
നിങ്ങൾക്കൊരു പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരാൻ ഈ ഒരു വീക്ക് നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഭയത്തെ അതിജീവിക്കാനും നിരാശയെ അതിജീവിക്കാനും നഷ്ടങ്ങളെ മറികടക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കഴിവിനെ തെളിയിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഈ ഒരു വീക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമെന്നാണ് കാണുന്നത്. പക്ഷേ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം? നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി പോസിറ്റിവിറ്റി എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുക എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയിൽ നിന്നും ഒരുപാട് ഫ്യൂച്ചർ എനർജിയെക്കുറിച്ച് അതല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ഒരു കാര്യത്തിലാണ് നിങ്ങൾ വീഴ്ച സംഭവിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രതീക്ഷ അർപ്പിച്ച്, അതായത് ഒരു തകർച്ചയിൽ നിന്നും ഒരു ഉയർച്ചയിലേക്ക് പോകണം എന്ന് ചിന്തിച്ച് നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിനെ നിങ്ങൾക്കൊരു ഒരു ട്രാപ്പ്ഡ് എനർജി അല്ലെങ്കിൽ ഒരു നിരാശ ബാധിച്ചു എന്നുള്ളൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ആ സിറ്റുവേഷൻസിനെയാണ് നിങ്ങൾ മറികടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നത്, അതായത് നിങ്ങൾ അനുഭവിച്ച ത്യാഗത്തിനാണെങ്കിലും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ശുദ്ധിയുടെ ഫലമായിട്ട് പരിശുദ്ധമാകുന്ന ആ ഒരു ചിന്തയുടെയും പ്രവൃത്തിയുടെയും ഫലമായിട്ട് നിങ്ങൾക്കൊരു സൺറൈസിങ് എനർജിയിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കാത്തിരുന്ന ചില ഗുഡ് ന്യൂസുകൾ, എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ ഇന്ന് വരും നാളെ വരും അതങ്ങനെയുള്ള ഒരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് അതല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന എല്ലാ സ്വപ്നങ്ങളെയും ഹാപ്പിനെസ്സിനെ എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ കാത്തിരുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ കർമ്മ നേരിട്ടുകൊണ്ടിരുന്ന ചില വ്യക്തികളിൽ എലോൺ എനർജിയിലുള്ള പേഴ്സൺ കർമ്മ നേരിട്ടുകൊണ്ടിരുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ട സമയമായി, നിങ്ങളുടെ ഒരു കർമ്മ എൻഡിങ്ങിൻ്റെ സമയമാണ് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ലൈഫിലൊരു വിജയത്തിന് സക്സസ്സിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് വേണ്ടിയിട്ടൊക്കെ പോരാടുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പൂർണ്ണതയിലേക്ക്, അതായത് ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു എൻഡിങ്ങിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റികളെയും നിങ്ങൾ എവിടേക്കോ ട്രാപ്പ്ഡ് ആയിരുന്നു എന്നുള്ളൊരു ഫീലിങ്സ്, അതായത് മൊത്തത്തിൽ നിങ്ങൾ ഒരു ബന്ധന അവസ്ഥയിലായിരുന്നുവെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വിച്ഛേദിച്ച് മറികടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ടെമ്പറൻസ് എനർജി വരുന്നുണ്ട് കേട്ടോ. അതായത് ബാലൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ചില കാര്യങ്ങൾ. അതായത് ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ കളയേണ്ടി വരുന്നുണ്ട് കേട്ടോ. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടി വരുന്നുണ്ട്. അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്, ഒരു പ്രോഗ്രസ്സിന് വേണ്ടിയിട്ടാണെങ്കിലും ഇനി ഒരു ട്രാവലിംഗ് എനർജിക്ക് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾ കാത്തിരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് കുറച്ച് നെഗറ്റിവിറ്റി നേരിടേണ്ടി വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബാലൻസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും കേട്ടോ ഈ ഒരു വീക്ക് നിങ്ങൾ കുറച്ച് കാര്യങ്ങളിൽ. അതെനിക്ക് തോന്നുന്നു ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങളിലും നിങ്ങൾ പെട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ, ഒരു അഡിക്ഷൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിയുടെ പുറത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയ ആ ഒരു പെട്ടെന്ന് തോന്നിയ ഒരു അട്രാക്ഷൻ്റെ പുറത്തൊക്കെ നിങ്ങളൊരു ബന്ധത്തിലൊക്കെയാണ്, നിങ്ങളുടെ മുന്നിൽ ശത്രുതാഭാവത്തിൽ കുറച്ച് വ്യക്തികൾ നിൽക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ ഈ ഒരു വീക്കിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. പല കാര്യങ്ങളെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്ന പാസ്റ്റിലെ ചില പെയിനുകൾ, നിങ്ങൾ ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുന്നുണ്ട്. ചില വ്യക്തികളിൽ നിന്നാണെങ്കിലും ചില ബന്ധങ്ങളിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ നമുക്കൊരു 8 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ തന്നെ കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യമായിരിക്കാം, അതല്ലെങ്കിൽ ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട്. ഫിനാൻസ് മുടക്കിയ ചില കാര്യങ്ങൾ, ഇച്ചിരി സാമ്പത്തികം കൂടുതൽ നൽകിയിട്ട് ഒരു എഫോർട്ട് എനർജിയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അത് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ. നിങ്ങളുടെ ഒരു പാഷൻ, നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ നമുക്ക്
ആ ഒരു എനർജിയെ പറയാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും മറ്റൊരു വ്യക്തിയുടെ പ്രസൻസ് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ സപ്പോർട്ടോടു കൂടി നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യം സാമ്പത്തികപരമായി മുടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുപരമായി തുടങ്ങി വെക്കാനായിട്ട്. പുതിയ എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിലേക്ക് തുടങ്ങി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു വലിയൊരു സക്സസ്സിലേക്ക്, മാറ്റത്തിലേക്കാണ് വരുന്നതെന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ചു തരുന്നത്. നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് കേട്ടോ. പുതിയ കാര്യങ്ങൾ, ഇനി എന്തെങ്കിലും പഠിക്കാനുള്ള കാര്യമായിക്കോട്ടെ, അതല്ല എങ്കിൽ നിങ്ങൾ കരിയർ പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, സാമ്പത്തികം മുടക്കിക്കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനകത്ത് വിജയിക്കുമെന്നും ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത്. അപ്പം ഈ ഒരാഴ്ചയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ, സാമ്പത്തികപരമാകുന്ന ഒരു ലോൺ എടുത്തിട്ടായിക്കോട്ടെ, മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്നും നിങ്ങളൊരു കടം വാങ്ങിയിട്ടായിക്കോട്ടെ, മറ്റൊരു പേഴ്സൻ്റെ സപ്പോർട്ടോടു കൂടി, ഫിനാൻഷ്യൽ സപ്പോർട്ടോടു കൂടി നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യമായാലും അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ് എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എഫോർട്ട് എടുക്കുന്ന, നിങ്ങളിപ്പോൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ്, ഒരു ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യം നിങ്ങൾക്കൊരിക്കലും അനുകൂലമല്ല എന്നുള്ളൊരു തിരിച്ചറിവ്, ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ പിന്തിരിഞ്ഞു പോകണം. അത് നിങ്ങളെ ഒരു ട്രാപ്പിഡ് എനർജിയിൽ പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. കൂടാതെ തന്നെ അതൊരു കാർമിക് സിറ്റുവേഷൻസ് ആണ് കേട്ടോ. പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങൾക്കൊരു പരീക്ഷണം പോലെ, നിങ്ങളൊരു ലെസൺ പഠിപ്പിക്കുക എന്ന എനർജിയോട് കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു ഇമോഷൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസിലൂടെ അല്ലെങ്കിൽ ഒന്നിലധികം സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ പെയിൻ അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തി വീണ്ടും നിങ്ങൾ ഒരു സിറ്റുവേഷൻസിലൂടെ പെയിൻ നേരിടേണ്ടി വരുന്നുണ്ട്. അതൊരു കർമ്മ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന സാഹചര്യമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ മാത്രമാണ് ആ ഒരു ബന്ധത്തിൽ, ആ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ എഫോർട്ട് എടുക്കുന്നുള്ളൂ. നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഹെൽത്തും വെൽത്തും എല്ലാം നിങ്ങൾ സമർപ്പിച്ച് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്യുന്നതാണെന്നും നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്നുമുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ കുറേ ആളുകളുടെ എനർജിയിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തികളുടെ സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പോൾ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജി ഈ ഒരു വീക്കിൽ നിങ്ങളിൽ വരുന്നുണ്ട് കേട്ടോ. അതായത് ഒരു കൺഫ്യൂഷൻ എനർജി, ജീവിതത്തിൽ നെക്സ്റ്റ് ആക്ഷൻ എടുക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ എനർജിയിൽ നിങ്ങൾ നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ഡിവൈൻ നൽകുന്ന ഒരു ഗൈഡൻസ്, നിങ്ങളൊരു എലോൺ എനർജിയിലാണെങ്കിൽ, ഒരു ഏജ്ഡ് ആയിട്ടും നിങ്ങളൊരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളിവിടെ ഒരു കൺഫ്യൂഷൻ, അതായത് എന്ത് ചെയ്യണമെന്നുള്ള ആ ഒരു മാനസികമാകുന്ന ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പം നിങ്ങളുടെ സമയം കറക്റ്റ് അല്ല എന്ന് ഡിവൈൻ കാണിച്ചു തരുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങൾ ഈ ഒരു വീക്കിൽ ചെയ്യേണ്ടത് ഒന്ന് കുറച്ച് സ്പിരിച്വൽ എനർജിയിലേക്ക്, ഒരു കുറച്ച് ദൈവികമാകുന്ന എനർജിയിലേക്ക് മാറണമെന്നും നിങ്ങളുടെ വാല്യൂ നിങ്ങളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എന്തൊക്കെ നേടാൻ കഴിവുണ്ട്, നിങ്ങളുടെ ശക്തിയെ നിങ്ങളൊന്ന് തിരിച്ചറിയണമെന്നുമാണ് ഡിവൈൻ നമുക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ പരമാകുന്ന ഒരു സിറ്റുവേഷൻസിനെ വെച്ച് നോക്കുമ്പം ചെറിയ രീതിയിലൊക്കെ ഒരു കോൺഫ്ലിക്റ്റ് ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അതായത് ഒന്നിലധികം വ്യക്തികൾ കണക്റ്റ് ചെയ്തുള്ള, ചിലപ്പോൾ ഇത് കുടുംബപരമായിട്ടാവാം, അതല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏറ്റവും അറ്റാച്ച്മെൻറ്റിലൂടെ പോകുന്ന കരിയർ പാതയെ ബേസ് ചെയ്താവാം, ചിലപ്പോൾ നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പൊസിഷനെ സംബന്ധിച്ച് ഒരു ചീറ്റിംഗ് എനർജി നേരിടേണ്ടി വരാൻ സാധ്യത കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കടന്നു പോകണം. കാരണം ഒന്നിലധികം വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളോട് മത്സരിക്കാൻ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ ആ ഒരു കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ സ്ട്രഗിളിങ് ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത്. സ്ട്രഗിളിങ് മീൻസ് മറ്റെല്ലാം മാറ്റിവെച്ച് നിങ്ങളവിടെ പൂർണ്ണമായും സമർപ്പണ ബോധത്തോടു കൂടി വളരെയധികം ശ്രദ്ധയോടുകൂടി ഒരു രീതിയിലും ഒരു ഫാൾട്ടും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാത്ത വിധം നിങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കുക എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ,
അതായത് ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ സാമ്പത്തികമായിരിക്കാം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്നു. ആർക്കെങ്കിലും കൊടുത്തതോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വെൽത്ത് എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നതായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നുണ്ട് ഈ ഒരു വീക്കിൽ. അതുപോലെ ഒരു സെലിബ്രേഷനൊക്കെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ, ഒരു സന്തോഷം, അതായത് ഒരു സക്സസ് എനർജി, കുറച്ച് ആളുകളെ കണക്റ്റ് ചെയ്തുള്ള ഒരു സന്തോഷം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അത് ചിലപ്പോൾ കരിയർ എനർജിയെ ബേസ് ചെയ്താവാം, അതല്ലെങ്കിൽ നിങ്ങൾ എടുത്തൊരു ആക്ഷൻ നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്ത ഒരു തീരുമാനം നിങ്ങൾക്ക് വലിയൊരു വിജയത്തിലേക്ക്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു വിജയത്തിലേക്ക് ഈ വീക്ക് നിങ്ങളെ എത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 5 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ചീറ്റിംഗ് ഉണ്ട് കേട്ടോ. പാസ്റ്റിൽ ഒരു പേഴ്സണിൽ നിന്ന് അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങളിൽ നിന്നും ഒരു ചീറ്റിംഗ് എനർജി നേരിടേണ്ടി വന്ന വ്യക്തികളാണെങ്കിൽ, നിരാശയോടുകൂടി നിങ്ങളൊരു ഇമോഷണൽ ഒരു പ്രണയ ബന്ധത്തിൽ നിൽക്കുന്നുവെങ്കിൽ ആ ഒരു കർമ്മ എൻഡ് ആകുന്നുണ്ട് കേട്ടോ. ആ ഒരു ചീറ്റിംഗ് എനർജി നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ലോസ്, നിരാശ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കർമ്മ അവസാനിക്കുന്നതാണ് കേട്ടോ. ശരിക്കും അത് നിങ്ങളെ വീഴ്ത്തി കളഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്നും തിരിച്ച് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഈ ഓർമ്മകളിൽ നിന്നാവാം, അതല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസിൽ നിന്നാവാം. നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ പൂർണ്ണമായും മുറിവേറ്റ ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അത് ശരിക്കും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ പ്രസൻസ് ആണ് കാണുന്നത്. പക്ഷേ എന്നാൽ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു കർമ്മ എനർജിയുടെ ഒരു എൻഡിങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഫാമിലി എനർജിയിലും നിങ്ങൾക്ക് പാർട്ട്നേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിലും കുറച്ച് നിരാശ ഈ ഒരു വീക്കിൽ നേരിടേണ്ടി വരുന്നുണ്ട്. ചിലപ്പോൾ ഇതിനകത്ത് പാർട്ട്നേഴ്സിൽ ഒരാൾ ഓവർ കൺട്രോളിങ് എനർജിയിൽ നിൽക്കുന്നത് കൊണ്ടാവാം കുറച്ചൊരു സ്ട്രോങ് ആയിട്ട്, അതായത് നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യം കാണുന്നുണ്ട്. ചെറിയ രീതിയിലൊരു നിരാശ, ദുഃഖമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മറികടക്കുക, കാരണം ഈ ഒരു സാഹചര്യവും ഈ ഒരു സമയവും മാറുമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ തന്നെയാണ് വരുന്നത്. അതുപോലെ കുറച്ച് ആളുകളുടെ എനർജിയിൽ ഒരു ഫെമിനിയൻ എനർജിയുടെ പ്രസൻസ് നിങ്ങളെ ഓവറായിട്ട് കൺട്രോളിങ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓവറായിട്ട് ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് മാനസിക പിരിമുറുക്കം, ഭയത്തെയും നിരാശയും അതിജീവിക്കേണ്ടി വരുന്നുണ്ട്. ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പേരൻറ്റിങ് എനർജി, മദർ എനർജിയുടെ പ്രസൻസ് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ആകുന്നു. അവർ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും നൽകുന്നത്. പക്ഷേ ഈ ഒരു വീക്കെൻഡ് അത് നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നു. ഒരു സക്സസ് ഇല്ല, നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു ബന്ധനാവസ്ഥയിലേക്ക് നിങ്ങളെ പെടുത്തിയിടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു പോസിറ്റിവിറ്റി നോക്കുമ്പം ഒരു റിയൂണിയൻ എനർജി കുറേ ആളുകളിൽ കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസിൻ്റെ ഫലം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഹോൾഡ് ചെയ്ത നിങ്ങളുടെ ഒരു സ്വപ്നം, നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാൻ ആഗ്രഹിക്കാണ്ടിരുന്ന ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു. അതിനൊരു ആക്ഷൻ എടുക്കാനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ നിങ്ങൾക്കൊരിക്കലും തിരിച്ച് കിട്ടില്ല എന്ന് ചിന്തിച്ച ഒരു സാഹചര്യം, അത് സാമ്പത്തികമാവാം, ഒരു വ്യക്തിയുടെ പ്രസൻസ് ആവാം, നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നു എന്നാണ് ഡിവൈൻ കാണിക്കുന്നത് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ ഹെൽത്ത് പരമായിട്ട് പ്രോബ്ലംസ് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ഈ വീക്കെന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുടെ ഒരു സമയമാണ് എന്ന് തന്നെ പറയാൻ പറ്റും. പാസ്റ്റിലെ ഒരു ഹാപ്പിനെസ്, നിങ്ങൾക്കൊരിക്കലും മറന്നു കളയാൻ പറ്റാത്ത ചില ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുനർജീവൻ നൽകുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്നും അവസാനിച്ചു പോയ ചില കാര്യങ്ങൾ ഒരു റീബർത്ത് എനർജിയിലേക്കും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന, നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം, അതായത് അവസാനിച്ചു ഡെത്തായി പോയി എന്ന് ചിന്തിച്ച് നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ പോലെ ഒരു വലിയ ഒരു ചേഞ്ചിങ് ആയിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടുള്ളൊരു
ഒരു പോസിറ്റിവിറ്റിയും ഡിവൈൻ നൽകിയിട്ടുണ്ട്. അതുപോലെ കുറേ ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് പോകാൻ തുടങ്ങുന്ന ആളുകളുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ ഈ പ്രാർത്ഥന, മെഡിറ്റേഷൻസ്, യോഗ, നിങ്ങളൊരു സ്പിരിച്വൽ എനർജിയിലേക്ക് പോകേണ്ട വ്യക്തികളാണെന്നും നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു വല്ലാത്ത ഒരു എനർജി, ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു എനർജി, എന്തിനേയും പെട്ടെന്ന് കണക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എനർജിയിലൂടെ പോകുന്ന വ്യക്തികളാണെന്നും അതുവഴി നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നുമുള്ള ഒരു തിരിച്ചറിവും നല്ല രീതിയിലൊരു ഇൻറ്റ്യൂഷൻ എനർജിയിലേക്കൊക്കെ മാറുന്നുണ്ട്. മാത്രവുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി, നിങ്ങൾക്ക് ഈ ഒരു വീക്കിലി നമുക്ക് ടോട്ടലി നോക്കുമ്പം നിങ്ങളുടെ സോള് നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് നൽകി നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുമെന്നുള്ള ഒരു സിറ്റുവേഷൻസ് കൂടിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് കേട്ടോ.